my dear friends, great friend, ശ്രീകണ്ഠൻ നായർ, പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെ എൻ്റെ സഹപ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതും ചിത്രാ മാമിനെ ആദരിക്കുന്ന ചടങ്ങിലും തൂഫാന്റെ പ്രചരണ വേദിയായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. കാക്കിക്കുള്ളില് കലാകൃതയം ഉണ്ടോന്ന് കേൾക്കാറുണ്ട്. ഇത്രയും കലാകാരന്മാരുണ്ടായിരുന്നതും അതുകൊണ്ടാണ് പോലീസിൽ പണി കുറയുന്നതെന്ന് ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം ഇവരൊക്കെ വൈകുന്നേരം പോകുന്നത് ഞാൻ കരുതി പെട്രോളിങ്ങിനാണെന്ന്, പക്ഷെ പാടാനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. ഇവരെയൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം, ഞാൻ ചിത്രാമ്മയുടെ ഒരു വലിയൊരു ആരാധകനാണ്. ഞങ്ങളെ ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല. നിങ്ങൾക്കൊക്കെ എപ്പോഴാണോ തോന്നുന്നത് തലകുത്തി മറിയാൻ, അപ്പോഴൊക്കെയാണ് ഞങ്ങളുടെ ടെൻഷൻ കൂടുന്നത്. അത് മിഡ് നൈറ്റിലൊക്കെ ആയിരിക്കും. അപ്പം സാധാരണ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കൊഴിഞ്ഞിരിക്കുന്നവരുടെ പേരാണ് പോലീസ് എന്ന് പറയുന്നത്. സാധാരണ നിലക്ക് കലണ്ടറിൽ ചുവപ്പ് അക്ഷരമില്ലാത്തത് പോലീസുകാർക്ക് മാത്രമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ തുറന്നതിന് ശേഷം പൂട്ടിയതായിട്ട് കണ്ടിട്ടുണ്ടോ? അടച്ചിട്ടതായ ഏതെങ്കിലും ഒരു നിമിഷം കണ്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം തന്നെ കലണ്ടറിലും നിങ്ങൾക്ക് എന്തില്ല, അവധിയുടെ ദിവസങ്ങളില്ലാതെ. ചില പോലീസുകാർ എന്നോട് പറഞ്ഞത് ഈ കറുപ്പക്ഷരമെന്ന് കറുപ്പ് അക്കങ്ങളെന്ന് കലണ്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് അവധി ഇല്ലാത്ത ദിവസങ്ങളെന്നല്ല, ദുഃഖത്തിന്റെ ദിവസങ്ങളാണ് എന്നൊക്കെയാണ്. എന്തായിരുന്നാലും അങ്ങനെയുള്ള ഒരു സമയത്ത് വലിഞ്ഞു മുറിയിരിക്കുന്ന മനസ്സിനെ അല്പം ഒന്ന് തണുപ്പിക്കുന്നത് ചിത്രാമാന്റെ ഒക്കെ ഈ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ എടുത്തിട്ട് കേൾക്കുന്ന സമയത്താണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവനാടിയും ഒരുപക്ഷെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഞങ്ങളെ ഈ സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ചെയ്യുന്നതാണ് മാം. അപ്പൊ അങ്ങനെയുള്ള മാമിന്റെ മുമ്പിൽ വരാൻ പറ്റിയ എന്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണും. ഞങ്ങളെ സ്ട്രെസ് എപ്പം തരുന്ന ആളും അടുത്തിരിക്കുന്നുണ്ട്, നമ്മുടെ പ്രിയ സുഹൃത്ത്. അല്ലെങ്കിൽ നല്ലതും ജയത്യം ഒക്കെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, ഞങ്ങളുടെ കുത്സിതങ്ങളും ഞങ്ങളും മോശങ്ങളും ഒക്കെ ഓർപ്പിച്ച് ഞങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന ആളും ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നാലും ഇവിടെ പങ്കെടുക്കാൻ പറ്റിയ വളരെ സന്തോഷം. നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞത് എല്ലാ വൈസസിന്റെയും ഐ സേ ദാറ്റ് ദ മദർ ഓഫ് ഓൾ വൈസസ് ആണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ 27 കൊല്ലത്തെ ജീവിതത്തിന്റെ അകത്ത് കണ്ടത് എല്ലാത്തിന്റെയും ഏതൊരാൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടാൽ അയാൾക്ക് മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നുണ്ട്. മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് എത്തിപ്പെടുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയിൽ പറ്റും. നിങ്ങൾക്കറിയോ, ഈ നമ്മുടെ മുംബൈ അറ്റാക്കിന്റെ അകത്ത് വന്ന 10 പേര് ഹൈലി ഡോസ്ഡ് ആയിരിക്കുന്ന ട്രക്ക് കുത്തിവെച്ചിട്ട് വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നു എന്ന് അവർക്കറിയില്ല. ആ ചെയ്യുന്നതിൻ്റെ അകത്ത് അതിന് വേണമെങ്കിൽ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാതിരിക്കാം, കൊടും ക്രൂരത ചെയ്യുന്നതിന് യാതൊരു മടിയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിലേക്കാണ് പലപ്പോഴും മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് ചെറിയ ചുവടുവെപ്പുകളായിരിക്കും നടത്തുന്നത്. ഗേറ്റ് വേ ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്താണ്, സിഗരറ്റ് പോലെയോ പാൻപരാഗ് പോലെയുള്ളത്. അതിൽ നിന്നും തുടങ്ങി പിന്നീട് ചെറുതായിട്ട് മറ്റു ലോകത്തേക്ക് കയറി പിന്നെ മയക്കുമരുന്നിന് അടിമപ്പെടുമ്പോൾ മയക്കുമരുന്ന് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തായിത്തീരും, അതിന്റെ കച്ചവടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായി. അങ്ങനെ ഒരു പെഡലറായി മാറി, ഒരു ചെറിയ യൂസറായി മാറിക്കുന്ന ആൾ പിന്നീട് എന്തായി പെഡലറിന്റെ ലോകത്തേക്ക് പോകും. മയക്കുമരുന്ന് എന്ന് പറഞ്ഞ സർവോന്മുഖമായിരിക്കുന്ന നാശത്തിലേക്കാണ് നയിക്കുക. കാരണം അയാളുടെ ആരോഗ്യം നശിക്കുന്നു, അയാളുടെ സാമൂഹികമായിരിക്കുന്ന ബന്ധങ്ങൾ നശിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ നശിക്കുന്നു, സാമ്പത്തികമായി നശിക്കുന്നു, ജീവിതം തന്നെ നശിക്കുന്നു, അതോടൊപ്പം ചുറ്റുവട്ടമുള്ള സമൂഹവും നശിക്കുന്നുണ്ട്. ഞാൻ കണ്ടിരിക്കുന്ന മിക്ക ക്രിമിനലുകളും ഏതെങ്കിലും ഒരു രീതിയിലുള്ള അഡിക്ഷനിലേക്ക് പോയിട്ടാണ് പോകുന്നത്. ആരും തന്നെ സ്വമേധയാ ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ പലപ്പോഴും കണ്ടിരിക്കുന്നത് മയക്കുമരുന്നിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരാൾ ചെയ്യുന്നത് ഏത് രീതിയിലേക്കാണ് പോകുന്നത് അവർ പോലും അറിയുന്നത്. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് മയക്കുമരുന്ന് ലോകത്തേക്ക് ഒരു കാരണവശാലും തൊട്ടു നോക്കുക പോലും അടുത്തു പോലും നോക്കുക ചെയ്യാതിരിക്കുക. മറ്റൊന്ന്, എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും എത്തിപ്പോയിട്ട് കഴിയുന്നതും വേഗം സഹാനുഭൂതിയോടുകൂടി നമ്മളെല്ലാവരും അവരെ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കേരളത്തിൽ എന്നെ എല്ലാവരും പറയാറുണ്ട്, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ കേരള ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിന്റെ ഹെഡായിരുന്നു. 2021 കേരളത്തിൽ ഡ്രഗ് പിടിച്ചിരുന്നത് ഏകദേശം 9000 കേസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് 2000 കേസായിരുന്നു. ഇന്ന് അത് 32,000 കേസുകളായിരുന്നു. ഇന്നലെ കാളിദാസ് മഹാരാജന്റെ ഫോട്ടോ വളരെ മനോഹരമായിട്ട് വന്നു. എന്ത് ചെയ്യുന്നതായിരുന്നു ഒരു ബണ്ടിൽ കണക്കിന് കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പിടിച്ചിരിക്കുന്നത്, MDMA പിടിച്ചിരിക്കുന്നത്, കത്തിക്കുന്നതായി. കേരളത്തിൽ ഉടനീളം പോലീസ് സ്റ്റേഷനുകൾ സ്ഥലമില്ല, എല്ലാ മാസവും ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഹെർക്കുലിയൻ പ്രൊസീജിയറാണത്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഭാഗത്ത് ഞങ്ങളെ കുറ്റം പറഞ്ഞേക്കാം, പോലീസുകാരും എക്സൈസുകാരും പിടിക്കാത്തത് കൊണ്ടാണ് ഞങ്ങള് കേസ് ഇവിടെ ഇത് കൂടുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 32,000 കേസുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇത്രയും ഡ്രഗ് കിട്ടുന്നുണ്ട്.
ഒരു ഭാഗത്ത് പിടിക്കുന്നത്, ഇനിയും പിടിക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഒഴിഞ്ഞു മാറത്തില്ല, ഇനിയും കൂടുതൽ പിടിക്കണമെന്നും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് നിരന്തരമായി പറയുന്നത്. പക്ഷെ ഒരു കാര്യം, ഹ്യൂജ് ഡിമാൻഡ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഡിമാൻഡ്? നിങ്ങൾ ഇക്കണോമിക്സിന്റെ ബേസിക്സ് അറിയുന്നവർക്കറിയാം, വേർ ദർ ഇസ് എ ഡിമാൻഡ് ദർ വിൽ ബി സപ്ലൈ. പണക്കൊതിയുള്ള ആളുകൾ അവിടെ ഒരു ആവശ്യം ഉണ്ടെന്നുണ്ട് അവിടേക്ക് എത്തിപ്പെടും. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും ജീവിതത്തിൽ മറ്റൊരു ലഹരി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷ കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടത്തിൽ തുമ്പിയുടെ പിന്നാലെയും തുമ്പപ്പൂവിന്റെ പിന്നാലെയും നടന്നിരിക്കുന്ന കുട്ടികൾ ഈ MDMന്റെ പിന്നാലെയൊക്കെ നടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിന്റെ ഹരം കൊടുക്കാൻ നമുക്ക് പറ്റാതെ പോയതാണോ? നമ്മുടെ കുടുംബത്തിന്റെ അകത്തും നമ്മുടെ സ്കൂളിന്റെ അകത്തും നമ്മുടെ പള്ളിക്കകത്തും അമ്പലത്തിന്റെ അകത്തും സമൂഹത്തിലൊക്കെ ജീവിതത്തോടുള്ള ഒരു ആവേശം ജനിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ നമ്മളൊരു മാതൃകയായിട്ട് അവർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്ക് അവരിൽ ഒരു ആവേശമോ അല്ലെങ്കിൽ ഒരു ഉത്തേജനമോ ഒരു ജീവിത ലഹരിയെ പഠിപ്പിക്കാൻ പറ്റുകയാണ്. ഞാൻ പറയുന്ന ഒരു കുട്ടിയും പരാജയമല്ല. പരാജയവും ഇവരുടെ രക്ഷിതാക്കളായിരിക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള സമൂഹവും കുടുംബങ്ങളും അവരുടെ വിദ്യാലയങ്ങളും കൂട്ടമായി പരാജയപ്പെടുന്ന സമയത്താണ് കുട്ടികൾക്ക് മറ്റൊരു ലഹരിയോട് വേണ്ടിയിട്ടുള്ള മറ്റൊരു അഭയത്തോട് വേണ്ടിയിട്ടുള്ള പോകുന്നത്. അവർ നിരാശരാണ്, അവർ സഹാനുഭൂതി അനുഭവിക്കുന്നതാണ്. സ്നേഹം കിട്ടാത്ത പോകുമ്പോഴായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ചുറ്റും ഒരു കവചം സൃഷ്ടിക്കണമെങ്കിൽ അവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് അവർ ചിൽഡ്രൻ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ, ഒരു ചിന്ത നമ്മൾക്കുണ്ടായിരിക്കണം. കുട്ടികളെ ഭക്ഷണം കൊടുക്കുകയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ അച്ഛനമ്മമാക്കാരൊക്കെ ഇന്നത്തെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നു. പക്ഷെ അവരിൽ ഒരു ജീവിത ബോധം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. സിലബസ് പഠിപ്പിക്കുന്ന ടീച്ചർമാർ അത്ര ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വരുന്നു, തടകടാന്ന് പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുള്ളൂ. എവിടെയൊക്കെ നമ്മളിൽ നന്മകളൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണോ സമൂഹത്തിൽ അവർക്ക് പറ്റാതെ പോകുന്നത്? അങ്ങനെ ഒരു പക്ഷേ നമ്മൾ ഒരു ഭാഗത്ത് ഞാൻ കാണാറുണ്ട്, അമ്പലങ്ങളും പള്ളികളുടെയും തിരക്ക് നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ഭക്തനെ പോലും കാണാൻ പ്രയാസമാണ് തോന്നാറ്. അങ്ങനെയൊക്കെ നമ്മൾ ഭക്തിയും സ്നേഹവും വാത്സല്യവും ഒക്കെ പോയതുകൊണ്ടായിരിക്കണം ഇത്രയും ഡിമാൻഡ് കൊച്ചു കുഞ്ഞുങ്ങളിൽ വരുന്നതെന്ന് തോന്നും. സമൂഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പോലീസ് ഫോഴ്സ് കൊണ്ട് മാത്രം തീരുന്നതല്ല ഈ പറയുന്ന ഡ്രഗ് എൻഫോഴ്സ്മെന്റ്. അതുകൊണ്ടാണ് ഈ തൂഫാൻ എന്ന പ്രോഗ്രാം, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പോലീസ് ഓർ എക്സൈസ് പ്രോഗ്രാം, ഇറ്റ് ഇസ് എ ഹോളിസ്റ്റിക് പ്രോഗ്രാം. The entire society, all of the government, all of the society together working against a great menace that is called the drug. അതാണ് ഉള്ളത്. അത് ഒരാളുടെ പ്രോഗ്രാമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമായി കാണാതെ എല്ലാവരുടെയും പ്രോഗ്രാമായിട്ട് തനിക്ക് പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വ്യക്തിക്കൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നടത്തുന്നു. എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ചെയ്യും. Thank you, sir.